ഈദൊക്കെ ആയിട്ട് നമുക്കങ്ങ് ചുമ്മാ ഇരിക്കാൻ പറ്റുമോ? നമുക്കൊരു ഈദ് ഹാമ്പർ അങ്ങ് ചെയ്താലോ? കുറച്ചധികം സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഈദ് ഹാമ്പർ ആയിരുന്നു കേട്ടോ ഇത്. ഹിജാബ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈദിന്റെ ഹാമ്പർ അങ്ങ് സ്റ്റാർട്ട് ചെയ്തത്. അതിലേക്ക് നമ്മൾ ഒരു കുട്ടി ഫ്രെയിമും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എനിക്ക് മിന്നുന്ന സാധനങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണേ. അതുകൊണ്ട് നമ്മൾ മിന്നുന്ന പാണ്ടക്കുട്ടനെയും അതുപോലെ തന്നെ അമ്പിളിമാമന്റെ മിന്നണ സാധനവും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് പോളറോയിഡ്സും അതുപോലെ തന്നെ ഹെയർ ആക്സസറീസ് ഇല്ലാതെ നിങ്ങൾക്കറിയാലോ ഞാൻ ഹാമ്പർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ബുഷും ക്ലിപ്പും അങ്ങനെ കുറച്ച് അധികം സാധനങ്ങളൊക്കെ നമ്മുടെ ഹാമ്പറിലോട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അതിന്റെ കൂടെ തന്നെയായിട്ട് നമ്മളൊരു കുഞ്ഞി കമ്മലും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചുമ്മാ വെച്ചാണ് കേട്ടോ. അതിന്റെ കൂടെ നമ്മളൊരു ലിപ് ബാമും അതുപോലെ പെർഫ്യൂമും ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ സാധനങ്ങളാണ് കറക്റ്റായിട്ട് ഈ ഹാമ്പറിൽ വെച്ചിട്ടുള്ളതെന്ന് എന്നോട് ഇപ്പോഴും ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അതുപോലെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ള ഒരു ഹാമ്പർ ആയിരുന്നു ഇത്. അതിന്റെ കൂടെ തന്നെ നമ്മൾ കുറേ ചോക്ലേറ്റ്സ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റമായ ഡ്രസ്സ് വെക്കുന്നത്. പണ്ടത്തെ അത്രയും രസമൊന്നും ഇല്ലെങ്കിലും പെരുന്നാളാവുമ്പോ രാവിലെ എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് പത്തിരിയും ബീഫൊക്കെ കഴിക്കാനൊരു രസമല്ലേ. ഇപ്പൊ എല്ലാരും പത്തിരിയും ബീഫും ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ബിരിയാണിയും കഴിച്ചു കഴിഞ്ഞ ടൈമാന്ന് എനിക്കറിയാം. എന്തായാലും നിങ്ങൾ ഇപ്പൊ ഇത്രയും റീലൊക്കെ കണ്ടല്ലേ, അപ്പൊ ഒരു ലൈക്ക് തന്നിട്ട് പോടും. ഇതുപോലുള്ള ഹാമ്പേഴ്സിന്റെ റേറ്റും ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പൊ എല്ലാരും ഈദൊക്കെ അടിച്ചു പൊളിക്ക്. ഈദ് മുബാറക്.